ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കുമ്പോൾ കണ്ണുനീരോടെ കാത്തിരിക്കുകയാണ് ഒരു കുടുംബം. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണന്റെ ചായക്കടയിലെ കഴിഞ്ഞ 20 വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന ജഗന്നാഥന്റെ കുടുംബമാണ് പ്രതീക്ഷയുടെ ദുരന്തഭൂമിയിൽ കാത്തിരിക്കുന്നത്. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളെങ്കിലും നടത്താൻ കഴിയണമെന്നാണ് ഇവരുടെ പ്രാർത്ഥന. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം തന്നെ 2 കന്നഡക്കാർ കൂടി കാണാതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം അവരെ കൂടി കണ്ടെത്തണമെന്ന ആവശ്യം തന്നെയാണ് ലോകേഷും അതുപോലെ തന്നെ ജഗന്നാഥും. ജഗന്റെ ബന്ധുക്കളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഋതിക അദ്ദേഹത്തിന്റെ മകൾ ചേരുന്നു. ഋതിക, ಏನಾಯ್ತು ഇപ്പോൾ? 16 ಜುಲೈ ಬೆಳಿಗ್ಗೆ ಕೆಲಸಕ್ಕಂತ ಬಂದಿದ್ರು ನಮ್ಮ ತಂದೆಯವರು. 8:50ಕ್ಕೆ ಇದು ಗುಡ್ಡ ಕುಸಿತ ಆಯ್ತು, ಎಲ್ಲರೂ ಹೋಗ್ಬಿಟ್ಟಿದ್ದಾರೆ. ಈಗ ನಮ್ಮ ತಂದೆಯವ್ರ ದೇಹ ಇನ್ನೂ ಸಿಕ್ಕಿಲ್ಲ ನಮಗೆ. ಈ ಸರ್ಕಾರ ಏನು ಹೇಳುದು? ಸರ್ಕಾರ ಇದು ಹುಡುಕ್ ಕೊಡ್ತೀವಿ, ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾ ಇದೀವಿ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಆದ್ರೆ ಇನ್ನೂ ಏನು ಸಿಕ್ಕಿಲ್ಲ ನಮಗೆ. ಇಲ್ಲ, 1 ತಿಂಗಳಾಯ್ತು, ಇನ್ನೂವರೆಗೂ ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಲಿಲ್ಲ. ನಮ್ಮ ಬಾವನ್ ಬಾಡಿ ಸಿಗಬೇಕು. ಅಟ್ಲೀಸ್ಟ್ ಒಂದು ಮೂಳೆನಾದರೂ ಸಿಕ್ಕಿದ್ರೆ ನಾವು ಅವ್ರು ತಗೊಂಡು ಹೋಗಿ ಅಂತ್ಯ ಸಂಸ್ಕಾರ ಮಾಡ್ತಿದ್ವಿ. ಅದರಿಂದ ನಿಮಗೆ ಟಿ ವಿನ ಇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳ್ತೇವೆ. ಅದೊಂದು ನಿಮ್ಮ ಟಿ ವಿ മുഖാന്തരനാದರೂ ನಮ್ಮ ಬಾವೊಂದು ಮೂಳೆ ಸಿಗುವಂಗೆ ಮಾಡ್ಕೊಟ್ರೆ ತುಂಬ ಥ್ಯಾಂಕ್ಸ್ ಸರ್. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ, അതുപോലെ തന്നെ ലോകേഷ്, അതുപോലെ തന്നെ ജഗന്നാഥ്. ഈ 3 പേരെയാണ് കണ്ടെത്താനുള്ളത്. അവരെ 3 പേരെയും കണ്ടെത്തേണ്ട രക്ഷാ ദൗത്യം തന്നെയാണ് ഇവിടെ നടക്കേണ്ടതും. എന്തായാലും നമുക്ക് ഇവർ 3 പേരും പ്രിയപ്പെട്ടവരാണ്. ഇവരെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവരെ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് അവരുടെ മൃതദേഹമെങ്കിലും ലഭിക്കണം നമുക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെന്ന അത്രത്തോളം അവരുടെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളത്തെ തെരച്ചിലിൽ ആ 2 പേരെ കൂടി കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെ നമുക്ക് വെച്ചു പുലർത്താം. അതിനായുള്ള രക്ഷാ ദൗത്യമായിരിക്കണം നാളെ നടക്കേണ്ടതെന്നും ഏതായാലും നമുക്കിപ്പോൾ ആഗ്രഹിക്കുകയും ചെയ്യാം. കെ വി ബൈജു, ന്യൂസ് 18, ഷിരൂർ.